ഹലോ ഗൈസ്, വെൽക്കം. അപ്പോൾ ഞാൻ ഇന്നൊരു ഫുൾ ലോങ് വീഡിയോ ഇടാനുള്ളൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലാണ്. നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഒരു ന്യൂ ഇയർ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാൻ ചെയ്യല്ല, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഓരോ പണിയിലാണ്. അനിയത്തിൻ്റെ തുടയ്ക്കണ്ടായിരുന്നു, അമ്മ എന്തോ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നുണ്ട്, ഞാനും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം കുറച്ച് ലീക്കാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ അവൾ. അമ്മ വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാനും എന്തൊക്കെയോ കുക്കിംഗ് പരിപാടിയിലാണ്. ഏട്ടനിത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ പണികളിൽ. അപ്പോൾ ഞാനിത് ഈ മൊറോക്ക് എടുത്തിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ഈ വീശാൻ വേണ്ടിയിട്ടാണ്. ഈ തീ ഇങ്ങനെ ആളിപ്പടരെല്ലാം അങ്ങനെ കുറച്ച് കത്തിപ്പിടിക്കണ്ടേ, അതിന് നല്ല ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ ഇത് മേമയും മക്കളൊക്കെ കുറച്ച് ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. കാരണം കുറേ ഫുഡുകളുണ്ട്, അപ്പോൾ കുറച്ച് കഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ടി വി കണ്ടുകൊണ്ടിരുന്നത് പെട്ടെന്ന് സീരിയലൊരു സീൻ കണ്ടപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ. അപ്പോൾ എന്നെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് ചില്ലി വറുത്തതൊക്കെ ആയിട്ടുണ്ട്. പുറത്തിതാ സീനിയർ സിറ്റിസനൊക്കെ ഇങ്ങനെ ഇരുന്ന് അവരുടെ കലാപരിപാടികളൊക്കെ ഇത് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഏട്ടനും പിന്നെ ചെറിയച്ചനൊക്കെയാണ്. അപ്പോൾ നമുക്ക് പത്തിരി, പൊറോട്ട, ചപ്പാത്തി, ചില്ലി ചിക്കൻ, പിന്നെ എന്താ ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, പിന്നെ ബീഫും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ കോമഡിയാണ്. അല്ലെങ്കിലും കസിൻസ് എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അല്ലേ. നമ്മുടെ കുറച്ച് കൂടുതൽ നമുക്ക് അറ്റാച്ച്മെൻറ്റുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവുമ്പോൾ. അങ്ങനെ നമ്മളിത് ചിക്കൻ കറിയൊക്കെ ഞാൻ പോയി വെറുതെ ഇളക്കി നോക്കിയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പുറത്ത് മുറ്റത്താണല്ലോ നമ്മൾ ഗ്രില്ല് ചെയ്യണത്. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്, പിള്ളേർ സെറ്റും വലിയ വലിയ ആൾക്കാരും, അമ്മാമ്മ, രണ്ട് മേമന്മാർ, അങ്ങനെ എല്ലാവരും ഉള്ളിൽ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മുവിൻ്റെ അമ്മ ഓക്കെ, അമ്മു വന്നിട്ടില്ല, അവൾക്ക് ജോലിയുണ്ട്. അവൾക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ അവൾക്ക് ഇന്നും വർക്കുകളുണ്ട്. അതായത് ന്യൂ ഇയർ തലേ ദിവസം വർക്കുള്ളത് കൊണ്ട് അവൾ വന്നിട്ടില്ല, കുറച്ച് കഴിയുമ്പോഴേ വരുള്ളൂ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഈ ഓരോന്ന് ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ ഇതിങ്ങനെ ഒരു കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുക. അനിയത്തി ഓരോന്ന് പറഞ്ഞിട്ട് ഇതൊരു കസിനാണ് കേട്ടോ അനിയൻ. അവൻ എന്നെ കാണിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഇതാ ഡിങ്കും മല്ലും വണ്ടിയും ഉന്തിയും കൊണ്ട് അയ്യോ ഒടുക്കത്തെ സൗണ്ടായിരുന്നു. വീടിൻ്റെ മുമ്പത്ത് കുറേ ബോക്സ് എന്താണെന്ന് വെച്ച് ഏട്ടൻ മെഡിസിനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ഡോക്ടേഴ്സിന് പോകുമ്പോൾ ഉള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനലി ഇത് തീയൊക്കെ കുറച്ച് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഉള്ളിലേക്ക് പോയി നോക്കിയപ്പോൾ ചില്ലി ഇതാ കുറച്ചായിട്ട് ചില്ലി ഇട്ടിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ അതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ വ്ലോഗ് എടുക്കുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇത് അമ്മൂൻ്റെ അമ്മ എന്തൊക്കെ കൈ പിടിച്ചിട്ട് പോകുന്നുണ്ട്. അമ്മയും മേമയും കാര്യമായിട്ടുള്ള ഡിസ്കഷൻസിലാണ് കേട്ടോ. മേമന്മാരും ഇതിൻ്റെ രണ്ട് മീമന്മാരാണ്, അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യമാർ, അമ്മയും. അവർ പിന്നെ കാര്യമായിട്ടുള്ള ഗൂഢാലോചന ചർച്ച അങ്ങനെ എന്തൊക്കെയാണ്. അപ്പം ഞാനെന്തോ വന്ന് പറയുമ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പറയുന്നത് കേട്ടിട്ട് അവനെന്തോ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തോ കോമഡിയാണല്ലോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചില്ലി ടേസ്റ്റ് നോക്കണം, നമ്മുടെ മസാലകളൊക്കെ സൂപ്പറായിരിക്കുമല്ലോ. പിന്നെ അവൾ കണ്ണ് തെറ്റി അപ്പം പോയിട്ട് ഓരോ പീസ് എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആർത്തിയുള്ള കൂട്ടത്തിലൊന്നുമല്ല, പക്ഷെ എന്നാലും ഈ ചിക്കൻ ഓരോ ഐറ്റംസ് കാണുമ്പോൾ ഓരോ പീസ് എടുത്ത് കഴിക്കുക. പക്ഷെ ഞാൻ എപ്പോൾ ക്യാമറയും കൊണ്ട് പോയാലും അവൾ കഴിക്കണ തിരക്കില്ല. എനിക്ക് എന്തേ കണ്ടില്ല, അല്ലു അവനേക്കാളും വലിയ ആളെ എലിയിരുത്തിയിട്ട് ഉന്തിക്കൊണ്ടിരിക്കുക. ഡിങ്കു പിന്നെ ഒറ്റയ്ക്ക് ഉന്തുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ തിണ്ണയിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും വന്നു ഇതാ ചില്ലി ചിക്കൻ. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ അവളെടുത്ത് കഴിക്കുന്നപ്പോൾ അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഈ ചീച്ചി കഴിക്കാൻ സമ്മതിക്കില്ല, കാരണം എപ്പോൾ നോക്കിയാലും ക്യാമറയാണല്ലോ. പിന്നെ എന്താ എൻ്റെ ചെറിയച്ഛനും മേമയൊക്കെ ഡിങ്കുവിനെ എടുത്തിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അവനും ചില്ലിയുടെ കഷ്ണം ആയതുകൊണ്ട് ഓരോ കൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ താലം പിടിച്ച് വരുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ഗ്രില്ല് ചെയ്യേണ്ട ചിക്കൻ നമ്മൾ ഓൾറെഡി മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അപ്പോൾ അത് പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പം ഞാനിങ്ങനെ കൊണ്ടുപോകണേന് അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പിള്ളേരെന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ വിനോദം പറയുകയാണ് എന്തിനാണ് ഇത്രയൊക്കെ കൊടുത്തിരിക്കണതെന്ന്, ഇത്രയൊന്നും വേണ്ടാന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് മസാല തേച്ചതല്ലേ, ഇങ്ങനെ നമുക്ക് കുറച്ച് വറുത്ത് നോക്കുക, ബാക്കി നമുക്ക് ഓക്കെ ആയില്ലെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 8-9 പീസോളം വെച്ചു തോന്നുന്നു. അങ്ങനെ വെച്ചിട്ട് നമ്മൾ പിന്നെ അതിങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വെച്ചു. പക്ഷെ കുറച്ച് സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ഞാനും വിനോദനും കൂടി എന്തൊക്കെയോ പറയുന്നുണ്ട്, വളഞ്ഞ കോമഡികൾ, അല്ലാതെ വേറെ ഞങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. ചിക്കനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയോ കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഈ വോയിസ് കൊടുക്കണത് രാത്രിയാണ്, അതുകൊണ്ടൊരു സൈലൻസും പിന്നെ എൻ്റെ സൗണ്ട് ഒരു മാറ്റം, നമ്മൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. രാവിലെ സൗണ്ട് ഒന്നും
പറയാനൊന്നും പറ്റില്ല, കാരണം രണ്ടെണ്ണം കൂടി എന്നെ സമ്മതിക്കില്ല. അങ്ങനെ വിനോദുണ്ട്, നമ്മുടെ അമ്മൂൻ്റെ അച്ഛനൊരു കുക്കാണ് കേട്ടോ. മൂപ്പരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്, കാരണം ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഫാമിലി ഓടുമ്പോൾ ഒരു ഗ്രില്ലൊക്കെ ചെയ്യണത്. അപ്പോൾ അത് സക്സസ് ആവുമോ ഇല്ലയെന്നുള്ള അറിയില്ലല്ലോ, അതിൻ്റെ ഒരു ടെൻഷൻ വിനോദിന് നന്നായിട്ടുണ്ട്, എനിക്കും ഉണ്ട്. മൂപ്പരാണെങ്കിൽ ഫോണിലാണ് കേട്ടോ. അപ്പം മൂപ്പരെ വിളിച്ച് വരുത്തുക, മൂപ്പരാണെങ്കിൽ മൈൻഡ് ചെയ്യണില്ല. ഒന്ന് കൈവച്ച് അനുഗ്രഹിക്കുക അച്ഛ എന്നാണ് വിനോദം പറയണത്. അതായത് അമ്മൂൻ്റെ അച്ഛനെ വിനോദിൻ്റെ അച്ഛനെ വിളിക്കുക, ഞാൻ അങ്കിൾ എന്നാട്ടോ വിളിക്കുക. അപ്പോൾ മൂപ്പര് അങ്ങനെ അനുഗ്രഹം തന്നു. അപ്പം നമ്മളിതാ ചിക്കനെ അടുപ്പത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി എന്താവോ എന്തോ, എന്തായാലും കണ്ടറിഞ്ഞ് കാണാമല്ലേ, കഴിച്ചറിഞ്ഞ് കാണാമല്ലേ. അങ്ങനെ എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് മാമൻ ബീഫ് വരട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നിന്നു. പിന്നെ നമ്മളിത് എല്ലാവരും കൂടി ഇങ്ങനെ വട്ടമേശ സമ്മേളനമാണ്. ബീഫിൻ്റെ ചട്ടിയും വെച്ച് കൊടുത്തിട്ട് മൂപ്പര് പറയുക, ടേസ്റ്റ് ചെയ്ത് നോക്ക് എൻ്റെ കൈപ്പുണ്യം. പാവം ഇവൻ കുറേ നേരമായിട്ടോ കിടന്ന് വീശുന്നു തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. അവൻ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവന് വലിയ വലിയ പീസ് എന്തായാലും കൊടുക്കണ്ടേ, വേണം. അങ്ങനെ അനീത്തി അവിടെ നിൽക്കുന്നുണ്ട്, അവളും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവനും പിന്നെ വിനോദിനൊക്കെയാണ് കൂടുതൽ ഇത് കഷ്ടപ്പെട്ടത്. ഞാൻ മസാല തേച്ചത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളിത് ഓരോ പീസൊക്കെ എടുത്തിട്ട് ഇതാ കിണ്ണത്തിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ, ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് നോക്കിയത്. പക്ഷേ എനിക്കിഷ്ടമായി കേട്ടോ. എനിക്ക് പിന്നെ പൊതുവെ ചിക്കൻ പ്രാന്തി ആയതുകൊണ്ട് ചിക്കൻ എങ്ങനെ കിട്ടിയാലും ഞാൻ കഴിക്കും. അതുപോലെ ചിക്കൻ ചമ്മന്തിയാക്കി തന്നാലും ഞാൻ കഴിക്കില്ല, എനിക്ക് കുറച്ച് എരിവും എനിക്ക് വേണം. പിന്നെ മൂപ്പര് കണ്ടില്ലേ കാണിക്കുന്ന ഒരു കഷ്ണം ഫുള്ളും വേണം പറഞ്ഞു വാശി. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ്റെ കാലിൽ കുറേ പീസ് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട്, കാരണം വെറുതെ വേസ്റ്റ് ചെയ്യും, മുറ്റത്ത് ഇടുകയൊക്കെ ചെയ്യും. അപ്പോൾ കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാല് കൊടുത്തപ്പോൾ അതിനെ പിടിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ പോയിട്ട്, പിന്നെ പെട്ടെന്ന് ഈ പോണത് എങ്ങോട്ടെന്ന് വിചാരിക്കേണ്ട, കുട്ടിപ്പട്ടാളങ്ങളും ഞാനും കയറിയിരുന്ന് പോണത്. അനിയത്തിയുണ്ട്, വേറെ എങ്ങോട്ടല്ല, അമ്മൂനെ വിളിക്കാൻ പോകട്ടോ അവളോട്. അപ്പോൾ ഏട്ടൻ വന്ന് കൂട്ടും. അതായത് ഒരു 11 മണിയാകുമ്പോൾ വരെ കേക്ക് കട്ട് ചെയ്യണതിന് മുമ്പേ നമുക്ക് എന്നാണ് വിചാരിച്ചിട്ട് അവൾ വെയിറ്റ് ചെയ്തിരിക്കണം. നോക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കയറി പോയിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ, ന്യൂ ഇയർ ആയിട്ട് നമുക്കിതൊക്കെ തന്നെയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവൾ ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നോക്കി ഇതൊരു വാനരപ്പടയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കാറിൽ ഇതാ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ്. അല്ലുവിന് പിന്നെ ഇനോവ ഭയങ്കര ഇഷ്ടമാണ്, ഇതിൽ കയറാൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് അവൻ. പൊതുവെ വണ്ടിപ്രാന്തനാണ് അവൻ. അച്ഛൻ്റെയും മാമ്മയുടെയും അതേ ടൈപ്പാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ വീട്ടിലെത്തിയിട്ട്, ഇതാണ് അമ്മൂൻ്റെ വീട്, ഏട്ടൻ്റെ വൈഫിൻ്റെ വീട്. അപ്പം നമ്മൾ പുറത്ത് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവൾ ഇപ്പോഴും വർക്കിലാണ്, കോളുണ്ട്, ക്ലയൻസ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ അവൾ ഭയങ്കര ബിസിയാണ് കേട്ടോ. പാവം ന്യൂ ഇയർ നേരം കൊണ്ട് ആഘോഷിക്കാൻ പറ്റാതെ. പിന്നെ അതേ നടന്നു തന്നെ ഉണ്ടല്ലേ, ചെവിയിലൊക്കെ ഓരോന്ന് വെച്ചിട്ട്, ചെവിയിൽ ഓരോന്ന് ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് വരികയാണ്. പിന്നെ കയറി ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പാവം നല്ലൊരു ചെറിയൊക്കെ പസ്സാക്കിയിട്ട്, അപ്പോഴേക്കും നമ്മുടെ ഡിങ്കു സൈഡായിട്ടുണ്ടായിരുന്നു, അതായത് ഉറങ്ങിയിരുന്നു. അങ്ങനെ ഞാൻ വീടെത്തിയപ്പോഴേക്കും അളീനും കൂടി ഇത് ബൈക്കിൽ ഇങ്ങോട്ട് പോയിട്ട് വരുന്നു, ഏട്ടനും വിനോദനും കൂടെ. അങ്ങനെ അവർ വന്നു. പിന്നെ ഞാനിത് വീട്ടിലേക്ക് നടന്നു പോയി കേട്ടോ. ഡിങ്കു ഉറങ്ങി, പക്ഷെ വീടെത്തിയതും ആൾ സൗണ്ടും ബഹളവും എല്ലാവരുടേതും കേട്ടപ്പോൾ അവൻ വീണ്ടും ഉണർന്നു. ഞാൻ ഉറങ്ങിയിട്ട് വേണം എനിക്ക് കുറച്ച് അർമാദിക്കാമെന്ന് വിചാരിച്ചതാണ്. കാരണം ഇത്ര നേരം മൂപ്പര് നടക്കുന്നുണ്ടെങ്കിലും എന്നെ കണ്ട് അപ്പം എൻ്റെ പിന്നാലെ തൂങ്ങിക്കളിക്കും. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്കൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴേക്കും മൂപ്പര് കണ്ണും മുഴിച്ച് വീണ്ടും ഇരിക്കുന്നു. പിന്നെ നമ്മൾ അമ്മൂനെ വരവേൽക്കാട്ടോ. വിനോദം വെറുതെ ട്രോളാണ്, അവളെപ്പോഴും പറയും മിണ്ടാതിരിക്കട്ടെ നിർത്തുക എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവൾ ജോലിയുടെ ഇടയിൽ നിന്ന് വരില്ലേ. പിന്നെ ആണുങ്ങളുടെ ഒരു ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ ചുമ്മാ ഈ പറഞ്ഞ പോലെ ഫോട്ടോസ് എടുക്കുക, അത് സെൻഡ് ചെയ്യുക, അതൊക്കെ തന്നെ പരിപാടി. പിന്നെ നല്ല രീതിയിലുള്ള പടക്കം പറ്റുന്നില്ല കേട്ടോ. കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല പേടിയായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ 2 കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇവിടുത്തെ മാമൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, പിന്നെ ഒന്ന് ന്യൂ ഇയറിന് കട്ട് ചെയ്യാന്നുള്ള, അങ്ങനെ 2 കേക്കൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കേക്ക് മുറിക്കാൻ നോക്കുമ്പോൾ എല്ലാവരെയും കാണാനില്ല. അപ്പോൾ ഈ പിള്ളേർക്കുണ്ടോ ക്ഷമ, അവർക്ക് ഈ വക സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഡിങ്കോന് തുടങ്ങി അതിന് തോണ്ടാനും പിടിക്കാനും ഒക്കെ. അങ്ങനെ പിന്നെ നമ്മൾ അവർ കട്ട് ചെയ്യുമ്പോൾ ഇത്തിരിയൊക്കെ വായിലൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിട്ട് വേണ്ടേ നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യാൻ. അങ്ങനെ ന്യൂ ഇയറിൻ്റെ അവസാനം ഒരു കേക്കും കട്ട് ചെയ്ത് ഒരു 4 ഡാൻസും കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെലിബ്രേഷൻ അങ്ങോട്ട് അവസാനിച്ചു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും ടൈമായിട്ട് 12 മണിയായി. അപ്പോൾ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നുണ്ട്. നല്ലൊരു കണ്ടില്ലേ വായിൽ തേച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് മാമൻ. അപ്പം നമ്മളെല്ലാവരും കൂടി ഇത് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ കേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതൊരു ചടങ്ങാണ്, ഈ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം. ഒരാൾ തന്നെ എല്ലാവരും വന്നിങ്ങനെ കൈയിട്ട് വാരിക്കഴിഞ്ഞാൽ അത് പ്ലന്നനെയും. അപ്പോൾ ഒരാൾ കട്ട് ചെയ്ത് എല്ലാവർക്കും സെർവ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ നമുക്ക് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാമൻ എന്നോട് വായിൽ കഴിച്ചു പറയും, നിർബന്ധിക്കാൻ വേണ്ടാന്ന്.
അതിൻ്റെ ഇടയിൽ വിനോദിനെ ഒപ്പിച്ച പണിയാണ് ഈ കേക്ക് മുഖത്ത് വെച്ച് തേച്ചു, അതിൻ്റെ മുടിയിലും ബനിയനിലും ഒക്കെ. ഇതാണെങ്കിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഇതല്ലേ, നമുക്കൊരു ഭയങ്കര ഓയിലായിട്ട് അത് പോവില്ല. പിന്നെ അനിയത്തി ഇതാ മുഖത്ത് മുഖത്ത് കഴുകാൻ പോവാണ് കേട്ടോ. തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ഉള്ള മുഖത്ത് നല്ല വാരിപ്പൊത്തി തോന്നുന്നു ഏട്ടന്. അപ്പോൾ അത് ഞാൻ ഉള്ളിൽ പോയി കഴുകട്ടെ എന്നൊക്കെ വേണ്ടി അവൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എന്താ പിള്ളേരൊക്കെ കേക്കൊക്കെ കഴിച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. കുറച്ച് സൈലൻ്റ് ആയിട്ടോ അവരൊക്കെ കേക്ക് കൊടുത്തപ്പോൾ. അങ്ങനെ നമ്മളിതാ വീണ്ടും വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ കാറിലൊരു പാട്ടൊക്കെ വെച്ചതാ എല്ലാവരും ചെറുതായിട്ടൊന്ന് ചില്ലായിട്ട് വൈബായി കേട്ടോ. ഒരു ഒരു എൻജോയ്മെൻറ്റ്. ഇതൊന്നും ആയിരുന്നില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതിനേക്കാളും ഡാൻസ് കളിച്ച് തകർത്തു. ഇപ്രാവശ്യം അത്രയ്ക്ക് വയലൻ്റ് ആയില്ല. അതായത് ഡാൻസ് കളിച്ച് വയലൻ്റ് ആയില്ല എന്ന് എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷം. അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു വർഷം നമുക്ക് ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പല പല കാര്യങ്ങൾ ആഗ്രഹിച്ചതും ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. എനിക്കും അങ്ങനെ കുറച്ച് ഡ്രീംസ് ഉണ്ട്, ചെറിയ ചെറിയ ഡ്രീംസ്. അതൊക്കെ നടക്കട്ടെ. പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.